ഗുഡ് മോർണിംഗ്. വെൽക്കം ടു +1 പൊളിറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം എന്ന ചാപ്റ്ററിലെ വിവിധതരം എക്സിക്യൂട്ടീവുകളെക്കുറിച്ചും ഇന്ത്യയിലെ യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെക്കുറിച്ചും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ അധികാരസ്ഥാനമായ പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും കുറിച്ചാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനാ പ്രകാരം ഏറ്റവും ശക്തമായ പദവിയാണ് പ്രധാനമന്ത്രി സ്ഥാനം. ജനങ്ങളുടെ കണ്ണിൽ സർക്കാർ എന്നാൽ പ്രധാനമന്ത്രിയാണ്. പാർലമെൻ്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിനുള്ള പ്രാധാന്യം കാരണം പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെൻറ്, പ്രധാനമന്ത്രിയുടെ സർക്കാർ എന്ന് അതിനെ വിശേഷിപ്പിക്കത്തക്ക വിധത്തിൽ പ്രാധാന്യം ആർജിച്ചിട്ടുണ്ട്. പ്രസിഡൻറ്റിനെ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമുള്ള മന്ത്രിസഭയുടെ തലവനായാണ് ഇന്ത്യൻ ഭരണഘടന പ്രധാനമന്ത്രിയെ കാണുന്നത്. പ്രസിഡൻ്റാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ലോകസഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെയോ കൂട്ടുകക്ഷിയുടെയോ നേതാവിനെയാണ് സർക്കാർ രൂപീകരിക്കുന്നതിന് പ്രസിഡന്റ് ക്ഷണിക്കുന്നത്. ഒരു വ്യക്തി ലോകസഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രസിഡന്റ് അദ്ദേഹത്തെ മന്ത്രിസഭ രൂപീകരിക്കുവാൻ ക്ഷണിക്കുന്നത് കേവലം ഒരു ചടങ്ങ് മാത്രമാണ്. പ്രധാനമന്ത്രിയുടെ നിയമനത്തിൽ പ്രസിഡൻറ്റിൻ്റെ വിവേചനാധികാരം വളരെ പരിമിതമാണ്. പക്ഷേ പ്രസിഡൻറ്റിന് വിവേചനാധികാരം പ്രയോഗിക്കാവുന്ന ചില സാഹചര്യങ്ങളുണ്ടാവാം. ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ട് കക്ഷികൾക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ അതിൽ പ്രസിഡൻറ്റിന് ഇഷ്ടമുള്ള കക്ഷിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാവുന്നതാണ്. എന്നാൽ അവർ 6 മാസത്തിനകം അവരുടെ ഭൂരിപക്ഷം തെളിയിച്ചിരിക്കണം. ഇനി പ്രധാനമന്ത്രിയുടെ കടമകളെക്കുറിച്ച് നമുക്ക് പറയാം. Prime Minister of India. Last classes we discussed about the executive, different types of executives and union executive. Head of the state, president, vice president, etc. Today we are going to discuss about Prime Minister and Council of Ministers. Prime Minister of India. The Prime Minister of India is the most powerful functionary under the Constitution. He is the symbol of the government in the eyes of the people. The role of the Prime Minister in a parliamentary system has become so important in recent times that some observers prefer to call this form of government a prime ministerial government. The Constitution of India provides for a Prime Minister as a head of the Council of Ministers to aid and advise the President. The President appoints him. The President invites the leader of the majority party or the coalition parties in the Lok Sabha to form the government. This means that once a person is elected the leader of the majority party in the Lok Sabha, it is merely a formality for the President to invite him for the cabinet. The President's discretion regard to the appointment of the Prime Minister is no doubt limited. But there are circumstances in which the President may have some discretions. Example, when no party or coalitions commands a majority in the Lok Sabha to form the government, as in the case of appointment of Mr. Charan Singh as the Prime Minister, or when there is no obvious successor to Prime Minister who dies in office, as in this case the appointment of Shri Rajiv Gandhi as the Prime Minister. The Prime Minister holds office during the pleasure of the President. The pleasure of the President in the regards is related to the majority support a Prime Minister receives in the Lok Sabha. പ്രധാനമന്ത്രിയുടെ കടമകൾ. ഭരണഘടന അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ താഴെ പറയുന്നവയാണ്. 1. നിയമനിർമ്മാണ നിർദ്ദേശങ്ങളും ഭരണനിർവഹണവും സംബന്ധിച്ച എല്ലാ മന്ത്രിസഭാ ചർച്ചകളും പ്രസിഡന്റിനെ അറിയിക്കുക. 2. ഭരണവും നിയമനിർമ്മാണവും സംബന്ധിച്ച് പ്രസിഡന്റ് ആവശ്യപ്പെടുന്ന വിശദാംശങ്ങൾ നൽകുക. 3. ഏതെങ്കിലും വിഷയത്തിൽ ഒരു മന്ത്രി ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങൾ പ്രസിഡന്റ് ആവശ്യപ്പെട്ടാൽ മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കണം. Duties of the Prime Minister. The Constitution says that it is the duty of the Prime Minister, first one, to communicate to the President all decisions of the Council of Ministers relating to the administration and proposal for legislation. Second one, to furnish such informations relating to the administration and proposal for
legislation as the President may call for. Third, if the President so requires, to submit for the consideration of the Council of Ministers any matter on which a decision has been taken by a minister individually. പ്രധാനമന്ത്രിയുടെ കർത്തവ്യങ്ങൾ, ഫങ്ഷൻസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. ഭരണഘടനാപരമായി പ്രധാനമന്ത്രിക്ക് അതുല്യ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ഭരണഘടനയ്ക്ക് പല ഭാഗത്തായിട്ടാണ് പ്രധാനമന്ത്രിയെ കർത്തവ്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയാണ് സർക്കാർ രൂപീകരിക്കുന്നത്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതോടെ പ്രസിഡന്റിൻ്റെ പ്രധാന ചുമതല തീർന്നു. തൻ്റെ വീക്ഷണവും വ്യക്തിപരമായ താൽപ്പര്യങ്ങളും അനുസരിച്ച് മന്ത്രിസഭയ്ക്ക് ഉണ്ടാക്കുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രിക്കുണ്ട്. മന്ത്രിസഭയുടെ വലിപ്പം നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ പ്രധാന കർത്തവ്യങ്ങൾ നമുക്ക് 9 എണ്ണം. 1. മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നത് പ്രധാനമന്ത്രിയാണ്. സ്വന്തം വിവേചന ബുദ്ധി അനുസരിച്ചാണ് അദ്ദേഹം വകുപ്പുകൾ വിഭജിച്ച് കൊടുക്കുന്നത്. 2. മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുക. നിയമിച്ച മന്ത്രിമാരെ മാറ്റി നിയമിക്കുകയും അവരുടെ വകുപ്പുകൾ മാറി നൽകുന്നതിനും പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ട്. 3. ഭരണകക്ഷിയുടെ നേതാവാണ് പ്രധാനമന്ത്രി. പൊതു തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഹിതപരിശോധനയാണ്. നേതാവില്ലാതെ ഒരു കക്ഷിക്കും പ്രവർത്തിക്കാനാവില്ല. പാർട്ടിയുടെയും പ്രധാനമന്ത്രിയുടെയും അന്തസ്സ് പരസ്പര പൂരകമാണ്. 4. പ്രധാനമന്ത്രി രാഷ്ട്ര നേതാവാണ്. സാധാരണയായി ലോകസഭാ നേതാവും അദ്ദേഹമാണ്. ലോകസഭ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് പ്രധാനമന്ത്രി രാഷ്ട്ര നേതാവായി മാറുന്നു. 5. മന്ത്രിസഭ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ മന്ത്രിസഭ ചേരുമ്പോൾ അതിൻ്റെ അജണ്ട നിശ്ചയിക്കുക, മന്ത്രിമാർ ഉന്നയിക്കുന്ന നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്കായി സ്വീകരിക്കുക, നിരസിക്കുകയോ ചെയ്യുക, പ്രധാന പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടി വരുമ്പോൾ മന്ത്രിമാർ പ്രധാനമന്ത്രിയുടെ ഉപദേശം തേടാറുണ്ട്. വിവിധ മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും നയങ്ങൾ ഏകോപിപ്പിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. 6. ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ അംഗീകാരമോ പിന്തുണയോ ഇല്ലാതെ ഒരു പദ്ധതി നടപ്പാക്കാനാവില്ല. ഇപ്പോൾ ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗാണ്. അതിൻ്റെ ചെയർമാനും പ്രധാനമന്ത്രിയാണ്. സർക്കാരിൻ്റെ നയങ്ങൾ വിശദീകരിക്കുന്നതും പ്രതിരോധിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. കാലാവധി തീരുന്നതിന് മുമ്പ് ലോക്സഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിനെ ഉപദേശിക്കുന്നത് പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഗവൺമെൻറ്റിലും താൻ അംഗമായിട്ടുള്ള കക്ഷിയിൽ ദേശീയ തലത്തിലും മുഖ്യ സ്ഥാനമുണ്ടായിരിക്കും. രാജ്യത്തെ സംവിധാനത്തിൻ്റെ അധികാരഘടനയെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു. തൻ്റെ പദവിയുടെ പിൻബലത്താൽ അദ്ദേഹത്തിന് ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രധാനമന്ത്രി പദവി രാഷ്ട്രീയ സ്വഭാവമുള്ളതാണെങ്കിലും ഓരോ പ്രധാനമന്ത്രിക്കും വ്യത്യസ്തമായ പ്രവർത്തന ശൈലി ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രിയുടെ അധികാരം ഭാഗികമായി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും ഭാഗികമായി പാർട്ടി പിന്തുണയെയുമാണ് ആശ്രയിക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് unique position to the Prime Minister. However, his power and functions are found in different provisions of the Constitution. They are, first one, the Prime Minister forms the government. With the appointment of the Prime Minister, the essential work of the President is over. The Prime Minister has a free hand in shaping the Council of Ministers. According to his views and personal preferences, he decides the size of the ministry. Second, Prime Minister distributes the portfolios of the ministers according to his discretion. Third, the Prime Minister reshuffles his ministry. He has the power to shuffle his ministry as he pleases. He has the undoubted right to appoint, reshuffle, dismiss his colleagues. Fourth one, the Prime Minister is the leader of the party in power. Today's general election is really a plebiscite between alternative prime ministers. A party without a leader cannot function. The prestige of the party and prime minister are closely connected. The prime minister is the leader of the nation. Usually he is the leader of the Lok Sabha. As the Lok Sabha represents all people of India, the prime minister becomes the leader of the nation. Sixth one, the Prime Minister is the chairman of the cabinet. As chairman of the cabinet, the Prime Minister controls its agenda, accepting or rejecting proposals for discussion put forward by his ministers. Every minister consults him before an important matter is taken up. He is the chief coordinator of the policies of various ministers and ministries. The Prime Minister is the chairman of the Planning Commission. No plan can be implemented without his approval and support. Now, instead of Planning Commission, Niti Aayog was established.
Prime Minister also the chairman of the Niti Ayog. The Prime Minister clarifies and defends the policies of the government. He has the right to advise the President to dissolve the Lok Sabha before the expiry of its term. The Prime Minister of India occupies a key position in the government as well as in the party at the national level. He symbolizes the ruling power structure in the country by virtue of his office. He has to offer leadership to the government and guide its destiny. Though the office of the Prime Minister is political in nature, each Prime Minister has a distinctive style of function. The power of the Prime Minister depends partly on his personality and prestige and partly on his support. നമ്മുടെ പ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ലെറ്റ് us examine the list of Indian Prime Ministers. First one, Pandit Jawaharlal Nehru from 1947 to 1964. Second, Lal Bahadur Shastri 64 to 1966. Mrs. Indira Gandhi 1966 to 1977. Then Morarji Desai 77 to 79. Charan Singh 79 to 80. Then again Mrs. Indira Gandhi 1980 to 1984. Rajiv Gandhi 84 to 99. Then VP Singh 89 to 90. Chandrasekhar 1990 to 1991. PV Narasimha Rao 91 to 96. HD Devagowda 96 to 97. IK Gujral 97 to 98. AV Vajpayee 98 to 2004. Manmohan Singh 2004 to 2014. Narendra Modi 2014 to 2019 and again from 2019 to 2024. These are our Prime Ministers. അപ്പോൾ ഈ ചെറിയ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പ്രധാനമായും നമ്മൾ പ്രൈം മിനിസ്റ്ററെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ചില ചോദ്യങ്ങൾ നമുക്ക് എഴുതാം. ഹു അപ്പോയിൻറ്റ് ദ പ്രൈം മിനിസ്റ്റർ? ഹു അപ്പോയിൻറ്റ് ദി പ്രൈം മിനിസ്റ്റർ? ആരാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്? എങ്ങനെ? ഹു അപ്പോയിൻറ്റ് ദി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹൗ? ആരാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്? എങ്ങനെയാണ് നിയമിക്കുന്നത്? 2, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ പ്രൈം മിനിസ്റ്റർ? പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്? അടുത്തത്, റൈറ്റ് എനി 5 ഫങ്ഷൻസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും 5 ധർമ്മങ്ങൾ എഴുതുക. പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും 5 കർത്തവ്യങ്ങൾ എഴുതുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, വർക്കുകൾ ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.